വിദ്യാസാഗർ ഗുരുമൂർത്തി, കോതമംഗലം കേസിലെ പ്രതി റമീസിനെ അറസ്റ്റ് ചെയ്തെങ്കിലും നിർബന്ധിത മതപരിവർത്തനം ആ കുറ്റം ഇതുവരെ ചുമത്തിയിട്ടില്ല. അതിന് നിയമോപദേശം തേടിയിരിക്കുന്നു എന്നാണ് പോലീസിൻ്റെ പറച്ചിൽ. ഇപ്പോൾ നോക്കൂ, കൊട്ടാരക്കരയിലെ ആ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞത് എത്ര ശ്രദ്ധേയമാണ് ആ വാക്കുകൾ. ആ കുട്ടി ഇന്നലെ അമ്മയോട് ചോദിച്ചതാണ്, അതായത് ഇനി ഞാൻ മരിച്ചാൽ മാത്രമേ ഇനി കേസെടുക്കുള്ളൂ. ആ പെൺകുട്ടിയെ ചതിച്ച, പ്രണയച്ചതിയിൽപ്പെടുത്തിയ അൻവർ ഷായെ ഇതുവരെയായും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. സമയമെടുക്കും, ഇനി 2 ആഴ്ച കൂടെ സമയമെടുക്കുമെന്നാണ് കേരള പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇതല്ലേ നടക്കുന്നത്? എന്തൊരു അലംഭാവത്തോടെയാണ് ഇത്തരം കേസുകളിൽ കേരള പോലീസ് ഇടപെടുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ ഇത്? അല്ല, അതിലൊരു കാരണം പ്രധാനമായിട്ടും നിയമ സംവിധാനങ്ങൾക്ക് ഇത്തരം മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ ഉള്ളതായിട്ടാണ് ഇപ്പോ ഞാൻ അടുത്ത കാലത്തായി മനസ്സിലാക്കിയത്. നേരത്തെ സംസാരിച്ച അബ്ദുള്ള പറഞ്ഞല്ലോ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോലും ക്ലീൻ ചിറ്റ് കൊടുത്തു എന്ന്. അപ്രകാരം നിരുത്തരവാദപരമായിട്ട് ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ്. കേരളത്തിന്റെ യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ്. ഞാൻ തന്നെ നേരിട്ട് ഇടപെട്ട കേസുകൾ അനവധി കേസുകളാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, കോഴിക്കോട് ജില്ലയിലുള്ള ഒരു പെൺകുട്ടി, 10ാം തരത്തിൽ പഠിക്കുന്ന പെൺകുട്ടി, വയനാട്ടിലുള്ള കയറി ചെല്ലുന്ന ആ സ്ഥലമുണ്ടല്ലോ, വയനാട്ടിലെ ആ ഒരു സ്ഥലത്ത് റിസോർട്ടിൽ വെച്ചിട്ട് അവളുടെ അച്ഛന്റെ ചില സുഹൃത്തുക്കൾ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു വീട്ടിലേക്ക്. അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആ കുട്ടിയെ അവിടുന്ന് തിരിച്ച് വീട്ടിലെത്തിച്ചു. കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഞാനും പോയിരുന്നു. പോയ സമയത്ത് 10ാം തരത്തിൽ പഠിക്കുന്ന ഈ പെൺകുട്ടിയുടെ കമിതാവ് മുസ്ലിം ചെറുപ്പക്കാരൻ, ധനികൻ, ഇത് ആസനത്തിലൊക്കെ തിരികെ കയറ്റി മതം വളർത്തുന്നവരാണല്ലോ, എന്താ പറയാ, അതിനൊരു പേര് പറയും, മലദ്വാർ ഗോൾഡ്. അങ്ങനെ ഇതൊക്കെ കൊണ്ട് വളർന്നൊരു മതമാണ്. യാതൊരു അധർമ്മവുമില്ല, വളരെ നീറ്റാണ്. രാവിലെ എണീച്ച് പ്രാർത്ഥിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. ആസനത്തെ സ്വർണം കൊണ്ടിട്ട് ഇയാളോട് മിണ്ടായിരിക്കാൻ പറയണം. കാരണം അദ്ദേഹം വേണ്ടിയപ്പോ ഞാൻ സംസാരിച്ചിട്ടില്ല. അയാളോട് മര്യാദ പാലിക്കാൻ പറയണം. സ്ഥാപനത്തിനെ കുറിച്ച് അയാളോട് മര്യാദ പാലിക്കാൻ പറയണം. അബ്ദുള്ള സംസാരിച്ചു, ഞാൻ മിണ്ടിട്ട് താൻ മിണ്ടാതിരിക്കണം. തന്റെ മകളിൽ കമ്മിറ്റിയല്ലേ? കേരളത്തിലെ ഏറ്റവും അധികം കേസുകൾ എടുക്കുക ഈ മലദ്വാറിൽ സ്വർണം കൊണ്ടുവരുന്നത് എല്ലാം തന്നെ മുസ്ലിം പിള്ളേരാണ്. ആസനത്തിൽ സ്വർണം കൊണ്ടുവന്നാണ് ഈ മതം വളർത്തുന്നത്. ഹുണ്ടിപ്പണം കൊണ്ടാണ് ഈ മതം വളർത്തുന്നത്. നാർക്കോട്ടിക്സ് വിറ്റിലാണ് മതം വളർത്തുന്നത്. ഏറ്റവും നീചവും നിന്ദ്യവുമായ രീതിയിൽ മതം വളർത്തുന്ന പരമ തെമ്മാടികളാണ് കേരളത്തിലെ വലിയൊരു ശതമാനം ചെറുപ്പക്കാർ. ഇവരെ മാറ്റി കഴിഞ്ഞു. അത് ഈ മതത്തിന്റെ പ്രത്യേകതയാണ്. അയാളോട് മിണ്ടായിരിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോ ചർച്ച ചെയ്യുന്നത്. ഞാൻ മിണ്ടിക്കില്ലെതിരെ. ഞാൻ ഇയാൾ സംസാരിച്ച് ഞാൻ മിണ്ടിട്ടില്ല. അബ്ദുള്ള, താങ്കൾ സംസാരിച്ച സമയത്ത് ആരും ഇടപെട്ടിരുന്നില്ല. അതുകൊണ്ട് താങ്കൾക്ക് അനുവദിക്കപ്പെട്ട സമയത്ത് പ്രതികരിക്കാം. താങ്കൾ ഒന്ന് മിണ്ടാതിരിക്കും. മലബാർ ഗോൾഡ് എന്ത് തെറ്റ് ചെയ്തു? അതിന്റെ പ്രതിനിധി മലദ്വാർ ഗോൾഡാണ് അതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. യെസ്, അതുപോലും അറിയാതെ ബഹളം വെക്കാതെ ചർച്ച ചെയ്യാൻ തയ്യാറില്ല. ഏറ്റവും വൃത്തിയോടെ വിശ്വസിച്ച് തലമുട്ടി ഇറങ്ങാല്ലേ? എന്നാലേ അത് രണ്ടും താങ്കൾ പ്രതികരിക്കാം. താങ്കളെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അലോട്ട് ചെയ്യപ്പെട്ട സമയത്താണ് സംസാരിക്കുന്നത്. എന്റെ സമയത്ത് തന്നെ പോലെ മാന്യതയില്ലാത്ത ഏതോ അറബി കോളേജിൽ പഠിച്ച മലബാർ ഗോൾഡ് മുസ്ലിം ചെറുപ്പക്കാരെ ഉപയോഗിച്ചിട്ട് സാമ്പത്തിക സ്ഥിതി അട്ടിമറിക്കാൻ വേണ്ടിയുള്ള സമാന്തര ഇക്കണോമിക്സ് നടത്തുന്ന ഹുണ്ടിപ്പണത്തിന്റെയും ആസന സ്വർണത്തിന്റെയും മതമായി മാറിയിരിക്കുകയാണ് നിങ്ങള്. ഇന്നിപ്പോ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത് മരണാസന്നയാക്കിയ മുസ്ലിം ചെറുപ്പക്കാരനെ പറ്റിയ ആ പെൺകുട്ടി ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. ആ ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ അച്ഛൻ പല മാധ്യമങ്ങളിലും വന്ന് പരാതി പറഞ്ഞു. പ്രതി അറസ്റ്റ് ചെയ്തു.
അതായത് ഈ മുസ്ലിം ചെറുപ്പക്കാര് അച്ഛന്റെ പേരാണ് തന്റെ അച്ഛന്റെ പേര്. ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ പ്രേമിച്ച് നടിച്ച് പിഴപ്പിക്കാനാണ്. അത് നമ്മുടെ നാട്ടിൽ 100-10 പേരെന്ന നിലയ്ക്ക് മാറിപ്പോകുന്നുണ്ട്. അറിയപ്പെടുന്ന കേസുകൾ കൊല്ലപ്പെടുമ്പോൾ മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. അത്ര ദ്രോഹമാണ് ഇവർ ചെയ്യുന്നത്. ഒരു സമാജത്തിനകത്ത് ക്യാൻസർ പോലെ നിന്നിട്ട് എല്ലാ സമുദായങ്ങളെയും പിഴപ്പിക്കുകയാണ് ഇവര്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ സംസാരിച്ചിട്ട് കാര്യമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കുട്ടിയുടെ വീട്ടിൽ ഞാൻ സംസാരിച്ചപ്പോൾ പറയുന്നത്, ഈ മുസ്ലിം ചെറുപ്പക്കാരൻ ഈ പറഞ്ഞ പോലെ ഇവർ ജിമ്മിൽ പോയിട്ട് ശരീരമൊക്കെ ഉരുട്ടിയെടുത്തിട്ട് മലദ്വാറിൽ കൊണ്ടുവന്ന് സ്വർണം കൊണ്ട് വളർന്ന ഇക്കോണമി അവർക്കുണ്ട്. ആ പണത്തിന്റെ പളപളപ്പുകൊണ്ട് നമ്മുടെ പാവങ്ങളായ പെൺകുട്ടികളെ അതും ഇതും കാണിച്ച് വയനാട്ടിൽ റിസോർട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ റിസോർട്ടിൽ കൊണ്ടുപോവാണ്. എന്നാലോചിച്ച് നോക്കണം. ലൈംഗികമായി ദുരുപയോഗം ചെയ്ത ശേഷം ഈ കുട്ടികളെ മെല്ലെ മെല്ലെ മതം പഠിപ്പിക്കുകയാണ്. ഇത് കേരളത്തിലെമ്പാടും വളരെ ടാർഗറ്റഡ് ആയിട്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പിന്നെ കൊച്ചിയിലുള്ള ക്രിസ്ത്യൻ പെൺകുട്ടിയെ പ്രേമിച്ചവന്റെ പേര് ജസ്റ്റിൻ എന്നായിരുന്നു. അപ്പൊ ഇവള് വിചാരിച്ചു അവനും ക്രിസ്ത്യൻ ആണെന്ന്. നോക്കുമ്പോ അവൻ മതം മാറി മുസ്ലിം ആയിട്ടുണ്ട്, പേര് മാത്രമേ മാറ്റാതുള്ളൂ. ആ കുട്ടിയാണ് ഇവിടുന്ന് സിറിയയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ തിരുവനന്തപുരത്തുള്ള ആറ്റുകാലുള്ള പെൺകുട്ടി നിമിഷ, അവളെ നിമിഷ ഫാത്തിമയാക്കി. കുടുംബം പോലും അറിഞ്ഞില്ല. ഇപ്പോ സിറിയയിൽ പോയിട്ട് പ്രസവ തൊഴിലാളിയാണ്. ഈ കണ്ട ഭീകരവാദികൾക്കെല്ലാം ലൈംഗിക അരാജകത്വം തീർക്കാനുള്ള ഇരയായിട്ട് ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ. ഞാൻ ക്രിസ്തു മതത്തിന് വേണ്ടി വാദിക്കുന്ന ആളല്ല, പക്ഷെ കേരളത്തിലെ യാഥാർത്ഥ്യം എന്താണ്? ഇസ്ലാം മതത്തിലെ ചെറുപ്പക്കാര് അവരുടെ ഹുണ്ടിപ്പണത്തിന്റെ ശേഷി കൊണ്ട് ഈ 2 സമുദായങ്ങളെയും ഇത്തരത്തിൽ ആക്രമിക്കുന്നുണ്ട്. അത് വാസ്തവമാണ്. അതൊന്നും 2 കേസല്ല. ഇപ്പൊ ആ കൊട്ടാരക്കരയിലെ അമ്മ പറഞ്ഞില്ലേ, പോലീസ് മടിച്ചു നിൽക്കുകയാണ്. കാരണം അപ്പുറത്തുള്ളത് പ്രബലമായി എന്തും ചെയ്യാനും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനും ശേഷിയുള്ള ഒരേ ഒരു മതമാണ്. ഉദാഹരണം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് ആരാണ്? അതായത് മിന്നലാക്രമണം ഇവർ കേട്ടു പഠിച്ചു വളർന്നതാണ്. ഇവരുടെ മത നേതാവ് മിന്നലാക്രമണത്തിന് ഉസ്താദായിരുന്നു. നിരപരാധികളായ സമുദായങ്ങൾ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ ഇരുട്ടിന്റെ മറവത്ത് പോലും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വകവരുത്താൻ മടിയില്ലാത്ത മത നേതാക്കളുടെ ചിന്തയും പ്രവൃത്തിയും കണ്ടും കേട്ടും വളരുന്ന, പിഞ്ചു വയസ്സിലെ കണ്ടും കേട്ടും വളരുന്ന ഈ സമുദായത്തിൽ നിന്ന് യാതൊരു കരുണയും മറ്റു സമുദായങ്ങൾ പ്രതീക്ഷിക്കരുത്. വല്ലപ്പോഴും കിട്ടുന്ന ഇഫ്താർ വിരുന്നിനു വേണ്ടി സ്വന്തം മൂല്യങ്ങളെ ബലി കഴിക്കരുത്. ഇത് ലോകമെമ്പാടും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ത്യയിൽ ഇവർ പറയുന്നു RSS ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ ജാതി പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ജാതീയമായിട്ട് നമ്പൂതിരി ഈഴവനെയോ അല്ലെങ്കിൽ നമ്പൂതിരി ചെറുമനെയോ വെള്ളം കൊടുക്കുന്നില്ലെന്ന കഥയൊക്കെ പറയാം. ഇവര് ലണ്ടനിൽ ബോംബ് പൊട്ടിക്കുന്ന അതിന്റെ പേരിൽ അവിടെ നമ്പൂരി ഉണ്ടായിട്ടാ? ഇവര് ലോകം മുഴുവൻ, അത് ഇംഗ്ലണ്ട് ആവട്ടെ, മറ്റ് UK മറ്റ് പ്രദേശങ്ങളാവട്ടെ, അതുപോലെ തന്നെ ഫ്രാൻസ് ആവട്ടെ, അതുപോലെ ലോകത്ത് എവിടെയൊക്കെ ഈ മതം നുഴഞ്ഞു കയറിയിട്ടുണ്ടോ ഇതിന്റെ അപകടം അവർ 10 കൊല്ലത്തിനകം അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരിപ്പോ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാല്, ഈ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പയ്യൻ റമീസ്, എന്താ പേര്, റമീസ് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയോട് മതം മാറാൻ ഇത്ര നിർബന്ധിച്ചെന്ന് അറിയാമോ? Marry not a woman of the idolaters until she embraces Islam. ഇസ്ലാം മതത്തിൽ ചേരുന്നതിന് മുൻപ് ഒരിക്കലും വിഗ്രഹാരാധകരെ വിവാഹം കഴിക്കരുത്. അഥവാ നിനക്കൊരു വിഗ്രഹാരാധകയായ പെൺകുട്ടിയോട് പ്രേമം തോന്നിയാൽ അവളെ മതബോധനം നടത്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന ശേഷം മാത്രമേ കല്യാണം കഴിക്കാവൂ എന്നത് അവർക്ക് നിർബന്ധമാണ്. ഖുറാനിലെ 8-ാമത്തെ അധ്യായത്തിൽ ഉണ്ട്. ഇത് 2-ാമത്തെ അധ്യായത്തിലുമുണ്ട്. 8-ാമത്തെ അധ്യായത്തിൽ 221-ാമത്തെ സൂക്തം പറയുന്ന അതാണ്. 2-ാം അധ്യായത്തിലുമുണ്ട് ഇത്. 2-ാം അധ്യായത്തിൽ 221-ാമത്തെ സൂക്തം ഇതാണ് പറയുന്നത്. ഒരു കാരണവശാലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഞങ്ങൾക്ക് അനുവാദം വേണോ? നിങ്ങൾ അനുവദിക്കേണ്ട കാര്യം നിങ്ങൾ അനുവദിക്കാൻ ഞങ്ങൾ പുല്ലാണ്. ഇസ്ലാം അനുവദിച്ചിട്ടാണ് ഞാൻ അവനെ കുട്ടികളോടാണ് പറഞ്ഞത്. ഇസ്ലാം എന്ന ഈ സാധനം അനുസരിക്കാൻ ഞങ്ങൾ ബാധിക്കാൻ പറ്റില്ല. ഒന്ന് പോകെ ഇവിടുന്ന്. ഇതെന്താ സൗദി അറേബ്യയാണോ? ഇസ്ലാമിന്റെ തിട്ടൂരും കോപ്പൊക്കെ നിങ്ങളുടെ മഹലിൽ ഞങ്ങൾ ഇതിനകം വരണ്ട. അപ്പൊ ഇതിനൊക്കെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇദ്ദേഹം നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ ഒരു മതപണ്ഡിതന് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. എന്താണ്? വിമ്മിട്ടമാണ്. ഇത് ദാറുൽ ഇസ്ലാം ആവുന്നില്ലെന്നാണ് വേദന. ദാറുൽ ഇസ്ലാം ആയി കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ശരിയ നിയമത്തിലേക്ക് മാറും. പിന്നീട് ക്രിസ്ത്യാനിയും ഹിന്ദുവും കണ്ടം തേടി ഓടേണ്ടി വരും.
ഇത് ലോകത്തെമ്പാടും. എന്തുകൊണ്ടാണ് ഈ ഡേഞ്ചർ മനസ്സിലാക്കാത്തത്? നേരത്തെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അതെ, നിങ്ങൾ ഒരു ശരീരത്തിൽ ക്യാൻസർ കണക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് രോഗാണുവിനെ തോൽപ്പിക്കാൻ മരുന്ന് അല്പസമയം എടുക്കുന്നത് പോലെ നിയമ സംവിധാനത്തിന് ഇസ്ലാം എന്ന രോഗത്തെ മനസ്സിലായിട്ടില്ല. അതാണ് സത്യം. ഇതൊരു വലിയ രോഗമാണിത്. രാഷ്ട്രീയക്കാര് വോട്ടിന് വേണ്ടിയിട്ട് ഈ സംഘടിത വോട്ട് ബാങ്കിനെ നക്കി നക്കി സുഖിപ്പിക്കുകയാണ്. അവർ അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കർശന നടപടി എടുക്കുക. ഞാൻ പറയുന്നത് ബംഗ്ലാദേശിലെ പാർട്ടിഷൻ സമയത്ത് 2 അധ്യാപകർ ചേർന്നിട്ട് എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അതിന്റെ പേരാണ് കൽക്കത്ത ഖുർആൻ പെറ്റീഷൻ. എല്ലാവരും വായിക്കണം. ഈ കേൾക്കുന്ന എല്ലാവരും വായിക്കണം. എന്റെ ഈ ജനം ടിവിയിലെ പ്രേക്ഷകർ വായിക്കണം. കൽക്കത്ത ഖുർആൻ പെറ്റീഷൻ എന്ന പുസ്തകം വായിച്ചാൽ 220 പോയിന്റ്സ് ആണ് സൈറ്റ് ചെയ്യുന്നുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ യഥാർത്ഥ സ്വരൂപമാണ്. ഇവരൊരു നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആ നാട്ടിലെ തനത് ജനതയെ ആക്രമിച്ചും അല്ലാതെയും ദൗവ പ്രവർത്തനം നടത്തിയും മതം മാറ്റുമെന്നുള്ളത്. സ്ത്രീകൾ ഇവർക്ക് വെറും ഉപഭോഗ വസ്തു മാത്രമാണ്. സ്ത്രീകൾ ഇസ്ലാമിൽ ഒരു വെറും ഉപഭോഗ വസ്തു മാത്രമാണ്. അതറിയണമെങ്കിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്ന ഖദീജ മുംതാസ് എഴുതിയ പുസ്തകമുണ്ട്. അവരതിൽ പറയുന്നുണ്ട്, ചില നാടുകൾ, ഒരു വിദേശ രാജ്യത്ത് സിറിയയിലോ മറ്റും ജോലി ചെയ്ത സമയത്ത് പെൺകുട്ടികൾക്ക് കല്യാണത്തിന് തൊട്ട് മുമ്പ് മാത്രം അവരെ കൊണ്ടുവന്നിട്ട് അവരുടെ യോനി തുറക്കുന്ന പരിപാടി, അതൊരു മൊയിലിയരാണ് ചെയ്യുന്നത്. അതായത് സ്ത്രീകൾ സന്തോഷിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ ക്ലിറ്ററിസ്, അവരുടെ ക്രിസരി മുറിച്ചു കളഞ്ഞിട്ട് യോനി തുന്നിച്ചേർക്കുന്ന ആ കാടത്തത്തിന്റെ പേരാണ് ഇസ്ലാം. എന്താ സംശയം? എന്താണ്? അതായത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വെറുതെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെറും മെഷീൻ മാത്രമാണ് അവർക്ക്. കുട്ടികളെ ഉണ്ടാക്കുന്ന യന്ത്രം. അമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന യന്ത്രം. ഇത്തരത്തിൽ പഠിക്കുന്ന മതമാണ്. നിങ്ങളെയൊന്നും പേടിച്ച് ജീവിക്കാൻ തീരുമാനിച്ചില്ല. തല പോയാലും പറഞ്ഞിട്ടേ നിൽക്കൂ. നിങ്ങളെ പേടിച്ച് ജീവിക്കൊന്നുമില്ല ഇവിടെ. തല പോയിക്കോട്ടെ, ഒരു പേടിയുമില്ല. എനിക്ക് ശേഷം പറയാൻ 1000 പേർ വേറെ വരും. അത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റില്ല ആ കാര്യം. നിങ്ങൾ പറഞ്ഞല്ലോ ഇസ്ലാം അനുവദിക്കുന്നു. നിങ്ങൾ നോക്കി, ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങളുടെ പെൺകുട്ടികളെ, അമ്പലത്തിൽ പോകുന്ന പെൺകുട്ടികളെ വൃത്തി കണ്ടിട്ടല്ലേ പ്രേമിക്കുന്നത്. അല്ല നിങ്ങൾ പറയാം വൃത്തി കണ്ട് കുളിക്കാൻ നടക്കുന്നതുകൊണ്ടാണ് പ്രേമിക്കുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ പെൺകുട്ടികൾ വളരെ വൃത്തിയുള്ളവരാണ്. ഞങ്ങളുടെ പെൺകുട്ടികൾ അമ്പലത്തിൽ പോകുന്നത് കണ്ടിട്ട് ആ സൗന്ദര്യവും ആ ശാരീരികയും ഐശ്വര്യവും കണ്ടിട്ടാണ് ഇവന്മാര് കോഴി കണക്ക് പിന്നാലെ കൂടുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കൂരാച്ചുണ്ടോ മറ്റുള്ള ഒരു കുട്ടിയുടെ കാര്യം. അവര് ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കാൻ വേണ്ടി കോഴിക്കോടുള്ള സ്ഥാപനം, ക്രിസ്ത്യൻ കുട്ടിയാണ്, കാത്തലിക് ആണ്. ആ കുട്ടിയെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ആ കേന്ദ്രത്തിൽ വെച്ച് പ്രേമിച്ച് ലൈംഗികമായി ദുരുപയോഗം ചെയ്തു, ആക്രമിച്ചു. ആ കേസ് മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ വന്നതാണ്. ആ പ്രതി എവിടെ? അതായത് പ്രതികളെ ഇവരുടെ സങ്കേതങ്ങളിലേക്ക്, സൗദി അറേബ്യയിലേക്കോ UAE മറ്റ് രാജ്യങ്ങളിലേക്കോ കടത്താൻ അവർക്ക് സാധിക്കുന്നു. മിക്ക കേസുകളും, അത് ഉണ്ടിപ്പണ കേസാവട്ടെ, ക്രിമിനൽ ഒഫൻസസ് ആവട്ടെ, ഇവരുടെ ആളുകളെ സംരക്ഷിക്കാൻ പ്രത്യേകമായ ഒരു ധാർഷ്ട്യം അവർക്കുണ്ട്. എന്ന് വെച്ചാല് ഇവരെ സംബന്ധിച്ച് ഒരു മെയിൻ ഭാര്യയും മറ്റു ഉപഗ്രഹങ്ങളും ആവാം എന്ന സൗകര്യമുള്ളത് കൊണ്ട് ഏത് മതക്കാരനെയും മതം പറയും. ഈ കുട്ടി എന്തുകൊണ്ടാണ് റമീസ് ഇവളെ ശരിക്കും നേരത്തെ മാരേജ് ചെയ്യാഞ്ഞ്? അതിന് കാരണം ഇസ്ലാമിൽ 2 പുരുഷന്മാരും ഒരു സ്ത്രീയുമോ, അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാരോ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷൻ 2 സ്ത്രീകളോ സാക്ഷികളായി മാത്രമേ മാരേജ് നടക്കുകയുള്ളൂ. അപ്പൊ ആ മാരേജിൽ ഈ കൊണ്ടുവരുന്ന കുട്ടിയും ഈ മതം മാറ്റപ്പെട്ടിരിക്കണം. അല്ലാതെ ഹിന്ദു ആയിക്കൊണ്ടൊരു പ്രണയം അവിടെ ഇല്ല. മതം മാറാതെ കല്യാണവും ഇല്ല. അങ്ങനെ നിഷ്കർഷിക്കുന്ന ആളെ കൂട്ടുന്ന ഈ മതത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ പോയി പെടുന്നറിയാമോ? നമ്മുടെ സന്യാസിമാരുടെയും നമ്മുടെ മതാചാര്യന്മാരുടെയും സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻ തുലവും കുറവാണ്. സമ്മതിച്ചേ പറ്റൂ. ഇപ്പൊ ഒക്കെ കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ മതത്തിന്റെ ആശയങ്ങളെ പറ്റി കൂടുതലായി ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ വളരെ പിന്നിലായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ വർഷം വരെ. ഇപ്പോഴൊക്കെ വീണ്ടും നമ്മൾ കുറെയൊക്കെ മുന്നോട്ട് വന്നിട്ട്, എന്നാലും കുട്ടികളിലേക്ക് എത്തുന്നില്ല. ജെൻ സി, അതായത് 2005 ശേഷം പിറന്നിട്ടുള്ള കുട്ടികൾ തീർത്തും ഹിന്ദു ധർമ്മത്തെ പറ്റി അറിവില്ലാതെ ജീവിക്കുകയാണ്. അവർക്കൊരു സ്വന്തം മതമുണ്ടെന്നോ, അതിന് കൃത്യമായ നിയമങ്ങളുണ്ടെന്നോ, അതിന് ആചാരങ്ങളുണ്ടെന്നോ, അതിന് പാരമ്പര്യമുണ്ടെന്നോ ചിന്തിക്കാതെ ഒന്ന് ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഇത് വെറും ജാതിബോധമാണെന്ന് പഠിപ്പിച്ചിരിക്കുന്നു. ഇസ്ലാം മതം തുടങ്ങിയ മതപ്രചരണ സംഘങ്ങളിലൂടെ ഹിന്ദുമതത്തെ അങ്ങേയറ്റം ടാർണിഷ് ചെയ്യുന്നു. ഇത് മാത്രം സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടാണ് ഒരു കുട്ടി സ്കൂളിലും കോളേജിലും പോകുന്നത്. അപ്പൊ ഇതിന് ബദലായിട്ട് ശരിയായ ന്യായം, ശരിയായ അറിവ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടില്ല? നമുക്ക് മഹലുകൾ പോലെയോ ഇടവകകൾ പോലെയോ നിയന്ത്രിതമായ സംവിധാനങ്ങളില്ല എന്നത് യാഥാർത്ഥ്യമാണല്ലോ. അപ്പോ കൊന്നു പിടിക്കാൻ പറ്റുന്ന ഭൂമി കൊന്നു പിടിക്കുക, ഉമ്മ കൊടുത്തു പിടിക്കാൻ പറ്റുന്ന ഉമ്മ കൊടുത്തു പിടിക്കുക, ഇതാണ് ഇവരുടെ പരിപാടി. ഇനി അതും പറ്റില്ലേ? നാർക്കോട്ടിക്സ്, അതായത് ഈ അള്ളാഹു എന്ന് പറഞ്ഞ ആൾക്ക് അത്ര വിവരമില്ലാത്തതുകൊണ്ട് ഭാവിയിൽ MDMA ഒക്കെ കണ്ടുപിടിക്കുന്ന ആൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അത് നിരോധിച്ചില്ല മതത്തില്.
ജനങ്ങളെ നിങ്ങൾ MDMA ഉപയോഗിക്കരുത്, ജനങ്ങളെ നിങ്ങൾ മെത്ത് ഉപയോഗിക്കരുത്, ജനങ്ങളെ നിങ്ങൾ ഒരു കാരണവശാലും കെമിക്കൽ ഡ്രഗ്സ് ഉപയോഗിക്കാൻ. ഇവന് വിവരം വേണ്ടേ ഇത് പറയാൻ? ഇദ്ദേഹത്തിന് വിവരം വേണ്ടേ? ഭാവിയിൽ രാസപദാർത്ഥങ്ങൾ കൊണ്ടുള്ള മയക്കുമരുന്നുണ്ടാവുമെന്നും അതും നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള വിവരമില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങൾ നോക്കൂ, അവർ സിഗരറ്റ് വലിക്കും ധാരാളമായിട്ട്. കാരണം അള്ളാഹു അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല. അവർ MDMA ഉപയോഗിക്കും, അവര് മെത്ത് ഉപയോഗിക്കും, അത് കടത്തും, അതൊന്നും പ്രശ്നമില്ല. എന്താ കാരണം? അത് നിരോധിച്ചിട്ടില്ല മതത്തിൽ. ഇങ്ങനെയുള്ള മതങ്ങളെ, ഈ കാട്ടറബി മതങ്ങളുടെ സംവിധാനത്തെ കൊണ്ടുവന്നിട്ട് ഈ പാവപ്പെട്ട കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കുന്ന എന്തിനാണ്? കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ശരിക്കും. ഇപ്പൊ ഈ കുഞ്ഞു മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ യാഥാർത്ഥ്യം അറിയില്ല. ഈ കുട്ടി ഒരു ക്രിസ്ത്യൻ കുട്ടിയാണെന്നാണ് ഞാൻ തോന്നുന്നത്, അല്ലേ? അതെ അതെ അതെ, ക്രിസ്ത്യൻ കുട്ടിയാണ്. അതെ, ഈ കുട്ടി ഇപ്പൊ മരിച്ച അവളെ കത്തെഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഏത് ഹിന്ദു മതത്തെക്കാൾ 10 ഇരട്ടി ശക്തമായ മത സംവിധാനമുള്ളൊരു മതമാണ് ക്രിസ്തുമതം. എന്നിട്ട് പോലും അവരിലെ കുട്ടികൾ കൊല്ലപ്പെടുന്നു. അവരിലെ കുട്ടികൾ മതം മാറ്റി അക്കരെ കടത്തിയിട്ട് ആട് മേയ്ക്കാനും ഇവന്മാർക്ക് പ്രസവിക്കാനുള്ള യന്ത്രങ്ങളാക്കിയിരുന്നു. എന്തുകൊണ്ടൊക്കെ സംഭവിക്കുന്നു? അവിടെ ഒരു കാര്യം, കുടുംബങ്ങളിൽ പഴയ പോലെയുള്ള കോൺവെർസേഷൻ, കമ്മ്യൂണിക്കേഷൻ ഇല്ല. കുട്ടികൾക്കായി ഒരു മുറി പണിത് കൊടുക്കും. അതാണ് ഏറ്റവും വലിയ അബദ്ധമായി തീരുക. ആ കുട്ടി ആ മുറിക്കകത്ത് സന്യാസി തപസ് ചെയ്യാനിരിക്കുന്ന പോലെ അങ്ങ് ഇരുന്നിട്ട് ഓൺലൈൻ ഗെയിമോ ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു, എന്ത് പഠിക്കുന്നു ഒന്നും അറിയില്ല. അപ്പൊ കുടുംബങ്ങളിൽ മക്കളോടുള്ള ഇന്ററാക്ഷൻ വളരെ കുറഞ്ഞിരിക്കുന്നു. അതാണ് എന്റെ അർത്ഥം. മതം ഉണ്ടെങ്കിൽ പോലും മതമില്ലെങ്കിലും ഒരേ അവസ്ഥയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ മറ്റു പല കേസിലും കേട്ടിട്ടുണ്ട്, ഇസ്ലാം മതത്തിലെ പെൺകുട്ടികൾക്ക് അള്ളാഹു ഈ സൗകര്യം കൊടുത്തിട്ടില്ല. അതായത് ഇസ്ലാം മതത്തിലെ ആൺകുട്ടികൾക്ക് മറ്റ് മതത്തിലെ കിതാബി എന്ന് പറയും. അത് കിതാബി എന്ന് പറഞ്ഞാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും. മുമ്പ് വേദം നൽകപ്പെട്ടിട്ടുള്ളവർക്ക് അവരുടെ കുട്ടികളെ കല്യാണം കഴിക്കാം, അവരെ മതം മാറ്റിക്കൊള്ളണമെന്നില്ല എന്നൊരു ഒരു ഔദാര്യം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് വിഗ്രഹാരാധകരാണോ അവരെ മതം മാറ്റിയേ തീരൂ, അല്ലെങ്കിൽ അവർ അശുദ്ധരാണോ? 9-ാം അധ്യായം 28-ാമത്തെ സൂക്തത്തിൽ പറയുന്നത് വിഗ്രഹാരാധകർ അശുദ്ധരാണെന്നാണ്. അതായത് കൂടെ ജീവിക്കുന്ന ഒരു സഹജീവിയെ അവന്റെ വിശ്വാസത്തിന്റെ പേരിൽ ശുദ്ധനെന്നും അശുദ്ധനെന്നും തിരിച്ച് ഒരുത്തനെ കൊല്ലാനും അല്ലെങ്കിൽ ഒരുത്തനെ നരകത്തിലിടാനും ലൈസൻസ് ചോദിക്കുന്ന മതമാണ് പറയുന്നത് ഇവിടെ ചെറുമന് കുഴിയിൽ വെള്ളം കൊടുത്തു എന്ന്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ മതത്തിന്റെ മേന്മയൊന്നും ഇവിടെ പറയണ്ട. അത്രയധികം ലോകത്ത് കെട്ട് നാറിയിട്ടും ഇപ്പോഴും ഈ കോൺഫിഡൻസ് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നത്. ഞങ്ങൾ വളരുന്നു. ശരിയാണ്, ക്യാൻസർ ഏറ്റവും വേഗത്തിൽ വളരുന്നത്. ആ കീടാണുവിന്റെ വളർച്ച ഒരു മനുഷ്യനുണ്ടാവില്ല. ബുദ്ധിയുള്ള ആളുകൾക്ക് അത്ര വലിയ സഖ്യമുണ്ടാവില്ല. ഈ കീടാണുവിന്റെ വളർച്ച ലോകമെമ്പാടും ബോംബ് പൊട്ടിച്ചും കത്തി കൊണ്ട് കുത്തിയിട്ട്, ഫ്രാൻസിലെ തെരുവിൽ ഇസ്ലാമിക ഭീകരൻ കത്തി കൊണ്ട് കുത്തിയിട്ടാണ് ആൾക്കാർക്ക് റോട്ടിൽ 10-12 പേരെ നിരത്തി ഒരു കില്ലിംഗ് സ്പ്രീ. അപ്പൊ ഷെയിംലെസ് ആയിട്ട് ഈ ലോകത്ത് അറിയപ്പെട്ടിട്ടും കേരളത്തിലെ കുട്ടികളെ എങ്ങനെ ഇവർക്ക് കിട്ടുന്നു? ഇവര് ടെക്നിക്ക് മാറ്റുകയാണ്. ആദ്യം ഇവൻ ആ മതമില്ലാത്തവർ അഭിനയിക്കും, ഇവരുടെ ഫ്രീക്കനായിട്ടാണ് അറിയപ്പെടുക. മെല്ലെ 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 ലൈംഗിക വീഴ്ചയ്ക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞ് അപ്പൊ സത്യമായിട്ട് ഇത് രാക്ഷസീയമായിട്ടുള്ള ഒരു പ്ലാനിന്റെ ഭാഗമല്ലാതെ ഒരു സാധാരണ ചെറുപ്പക്കാരനെ തോന്നുമോ? നിന്നെ നോക്കി തുള്ളിക്കുടുങ്ങുകയെന്നെ മാമക ചിത്തത്തിൽ അന്നും ഇല്ല മാതക വ്യാമോഹമൊന്നും എന്ന് ചങ്ങമ്പുഴ അല്ല ഇപ്പൊ പഠിക്കുന്നില്ലല്ലോ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി. അല്ല പഠിക്കാൻ ഒരു കാര്യം ഞാൻ പറയാം. പഠിക്കാൻ ഒരു കാര്യമുള്ളൂ. റമീസ് ഇങ്ങനെ പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുമ്പോൾ തന്നെ നല്ല അടി കൊടുക്കണം. വേറൊരു വഴിയില്ല. സർക്കാർ ഇടപെടില്ല, പോലീസ് ഇടപെടില്ല. നമ്മുടെ കുട്ടി മരിച്ച് പെട്ടിയിലാവുമ്പോൾ നമ്മൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? റമീസ് പിന്നാലെ നടക്കുന്നെങ്കിൽ ആദ്യം വാർണിംഗ് കൊടുക്കുക, ആദ്യമേ കേസ് കൊടുക്കുക, രക്ഷിതാക്കള് അടി കൊടുക്കുക. അടി കൊടുക്കാതെ അടി കൊടുത്തേ പറ്റൂ. ഓക്കെ.